CMA, ACCA റിസൾട്ടുകളിൽ ചരിത്ര വിജയം സൃഷ്ടിച്ച് മുന്നേറുകയാണ് വളാഞ്ചേരിയിലെ പാസിയോളി ഗുരുകുൽ. വ്യത്യസ്തമായ പഠന രീതികളിലൂടെ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷമൊരുക്കി ഉന്നത വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് പാസിയോളി ചെയ്യുന്നത്. മികവിന്റെ 9ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ അവസാന CA, CMA, ACCA റിസൾട്ടുകളിലും മിന്നും വിജയമാണ് സമ്മാനിച്ചത്. 2016 CA കോച്ചിങ്ങിലേക്ക് പുതിയ ഒരു കോച്ചിങ് സിസ്റ്റവുമായി വന്ന് അന്ന് വരെയുള്ള എല്ലാ റിസൾട്ടുകളെയും പൊളിച്ചടക്കുന്ന രൂപത്തിലുള്ള റിസൾട്ടുമായി CA, CMA, ACCA രംഗത്ത് 8 വർഷമായി വിജയഗാഥ തുടരുകയാണ് പാസിയോളി. അവസാന വർഷ റിസൾട്ടിൽ ഒറ്റ ബ്രാഞ്ചിൽ നിന്നും മാത്രം 160ലധികം CA ഫൗണ്ടേഷൻ വിന്നേഴ്സിനെയും 150ലധികം CA ഇന്റർ വിന്നേഴ്സിനെയും സൃഷ്ടിക്കാൻ പാസിയോളിക്കായിട്ടുണ്ട്. അതുപോലെ CMA, ACCA, USCMA കോഴ്സുകൾക്കും 200ൽ പരം വിജയികളെ സൃഷ്ടിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ റിസൾട്ടിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയ ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ക്ലാസ് കൊടുക്കുക, അതിനോടുകൂടെ റിവിഷനും കൊടുക്കുക എന്നുള്ളതാണ്. 6 മാസം കൊണ്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആകുന്നു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് തന്നെയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഏകദേശം 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസാണ് മോസ്റ്റ് ഓഫ് ദ ഫാക്കൽറ്റീസും. ഇത് കുട്ടികളെ നല്ല രീതിയിൽ പാസ്സാവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 6 മാസത്തെ ഷെഡ്യൂൾ കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് റിവിഷൻ കൊടുക്കുന്നുണ്ട്. ഇത് പാസിയോടെ മാത്രം ഒരു പ്രത്യേകതയാണ്. റെഗുലർ ക്ലാസ് കഴിഞ്ഞ ഉടനെ 2 മന്ത്സോളം റിവിഷനും. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സസ് പാസിയോളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമതായി പാസിയോളി ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് CA എന്നുള്ളത് പൊതുവെ അറിയപ്പെടുന്നത് നല്ലൊരു ടഫസ്റ്റ് കോഴ്സായിട്ടാണ്. അത് ഫീൽ ചെയ്യാതെ അവർക്ക് ഓരോ ദിവസം എടുത്തത് അന്ന് തന്നെ പഠിച്ചു തീർക്കാനുള്ള, ഏറ്റവും നല്ല ഫ്രീ ആയിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ക്യാമ്പസ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പാസിയോളിൽ CA ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരും. സോ കോൺസെപ്റ്റ്ലി നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിക്കാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ CA കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഇരുന്ന് പഠിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഇറങ്ങി നടന്ന് പഠിക്കുമ്പോഴൊക്കെ അത് നല്ലൊരു സ്ട്രെസ് റിലീസ് ചെയ്ത് നമുക്ക് അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ CA ഫൗണ്ടേഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ക്രാഷിനായിരുന്നു. ഞാനിവിടെ വന്ന അറ്റംപ്റ്റ് ആയിരുന്നു പാസ്സായത്. പിന്നെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഒരു ഹോംലി ഫീലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാതും. മൂന്നാമതായി ഒരു CA വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാം റൈറ്റിംഗ് പ്രാക്ടീസാണ്. CAക്ക് വേണ്ടി ക്ലാസ്സുകൾ കേട്ടു, അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു. ഇത് മാത്രം പോരാ CA കോഴ്സ് പാസ്സാവാൻ. അവർക്ക് വേണ്ടത് ശരിക്ക് ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പഠിച്ച കാര്യങ്ങളെല്ലാം എഴുതാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിൻ്റെ എക്സാമുകൾ ഞങ്ങൾ നടത്തുന്നു. ഈ എക്സാമുകൾ നടത്തുക മാത്രമല്ല, അത് ഇവാലുവേറ്റ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ റിസൾട്ട്, അതിനോടുകൂടെ തന്നെ ഈ റിസൾട്ട് അവരെ പേരൻസിനെ അറിയിക്കുന്നു. ഈ ഒരു അസസ്മെൻറ്റ് ഈ കുട്ടിയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് കുട്ടിക്കും അതുപോലെ തന്നെ പേരൻസിനും അധ്യാപകർക്കും മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ദെൻ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ കുട്ടീനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഏകദേശം ഈ ഒരു 6 മാസത്തിനിടയ്ക്ക് കുട്ടികൾ 100ഓളം യൂണിറ്റ് ടെസ്റ്റുകളും അതിനുശേഷം 2-3 മോക്ക് ടെസ്റ്റുകളും എഴുതിയിട്ടാണ് ഒരു വിദ്യാർത്ഥി എക്സാം ഹാളിലേക്ക് പാസുകളിൽ നിന്നും പോകുന്നത്. നാലാമതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠനത്തിൻ്റെ ഇടയ്ക്ക് അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും പാസിയോളി പഠനേതര പ്രവർത്തനങ്ങളും കൂടെ നടത്തി വരുന്നുണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതുപോലെ ഓണം സെലിബ്രേഷന്, ക്രിസ്മസ് സെലിബ്രേഷന്,
ടൂറുകൾ ഇതെല്ലാം പാസിയോളി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വളരെ മാനസികമായും അവർക്ക് ശാരീരികമായും അവർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. CA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സാവാൻ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം അക്കാഡമിക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് മുൻപെടുത്ത ഭാഗങ്ങൾ റിവിഷൻ നടത്തി അപ്ഡേറ്റഡ് സ്റ്റഡിയെയാണ് അക്കാഡമിക് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം പ്രസൻറ്റേഷൻ സ്കില്ല്, ടൈം മാനേജ്മെൻറ്റ് തുടങ്ങിയ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്ന ഒരു യുണീക്ക് മെത്തേഡാണ് പാസിയോളി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സുകൾ മാത്രം കൊടുത്തതുകൊണ്ട് അവർ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ പാസ്സാവണമെന്നില്ല. അതിനൊരു സൊല്യൂഷനാണ് പാസിയോളി ഇക്കഴിഞ്ഞ 8 വർഷം ചെയ്തു വരുന്നത്. പാസിയോളിയുടെ ഒരു പ്ലസ് പോയിന്റ് പറയുന്നത് ഇവിടെ നടക്കുന്ന ക്ലാസ് എക്സാംസ് ആണ്. ഡെയിലി എക്സാംസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എക്സാംസിന്. എക്സാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അത് ഇവിടുത്തെ എക്സാംസ് കാരണം നമുക്ക് നല്ല പോലെ മാനേജ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നു. ഡെയിലി എക്സാംസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോർഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് കവർ ചെയ്യാനും ഡെയിലി നമുക്ക് വരുന്ന മിസ്റ്റേക്സ് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനും ഇവിടെ ഫാക്കൽറ്റീസ് നല്ല പോലെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾക്ക് 100-ലധികം എക്സാമുകൾ നടത്തിയിട്ടുള്ളതുകൊണ്ട് എക്സാമിനുള്ള ഫിയർ മാർക്ക് കിട്ടി. പിന്നെ ക്ലാസ്സിന് ശേഷം റിവിഷൻ ക്ലാസ്, അതാത് സബ്ജക്റ്റിന് റിവിഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് എക്സാമിന് മുമ്പ് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യാൻ പറ്റി. അതെനിക്ക് എക്സാമിന് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാംസിനൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ശൈലികളും പിന്നെ ലാസ്റ്റത്തെ റിവിഷന് അത് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ റിവർ സൈഡിൻ്റെ അടുത്താണ് നമ്മൾ കോച്ചിങ് സെൻറ്റർ നിൽക്കുന്നത്. പാസിയോളി ഗുരുകുലിൽ CA, CMA ഇന്ത്യ തുടങ്ങിയ കോഴ്സുകൾക്ക് കൊടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ACCAയിലും CMA USA നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഗ്ലോബൽ റാങ്ക് ഉൾപ്പെടെ നമ്മുടെ വിദ്യാർത്ഥികളെ 2.5 വർഷം കൊണ്ട് ACCA അഫിലിയേറ്റ് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിസൾട്ടുകൾക്കും അതുപോലെ റാങ്കുകൾക്കും മുൻഗണന നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എക്സാംസിന് പോകുന്നതിന് മുമ്പ് ഒരു ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. എക്സാംസിന് മുമ്പ് കംപ്ലീറ്റ് 1 മന്ത് ഈച്ച് ഡേ ഈച്ച് ചാപ്റ്റർ എന്ന രീതിയിൽ ഇവിടുന്ന് എക്സാം നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ചാപ്റ്ററിലെയും നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 3 മോക്കും കൂടി ആയപ്പോൾ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു ഇന്നർ കോൺഫിഡൻസ് ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് പോയിട്ട് എക്സാം എഴുതിയത്. ACCA പോലൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പാസിയോളിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ മാറിയത്. ഇവിടുത്തെ സിസ്റ്റമാറ്റിക് ലേണിങ്ങും റെഗുലറായി നടത്തുന്ന അസൈൻമെൻറ്റ്സും എക്സാംസും ബോറടിപ്പിക്കാതെ എൻ്റർടൈനിങ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റിയും ഇതെല്ലാം കാരണം എനിക്ക് F3യിൽ 92 മാർക്ക് മേടിച്ച് പാസ്സാവാൻ സാധിച്ചു. റിസൾട്ടുകളിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പാസിയോളി SPE വിന്നിംഗ് സ്ട്രാറ്റജിയുമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുന്നത്.